ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ബാത്റൂമിൻ്റെ വേസ്റ്റ് ലൈൻ ബ്ലോക്കായി എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് നോക്കാനാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ ഗ്രീറ്റിങ്സ് ഇരിപ്പുണ്ട്. ഗ്രീറ്റിങ്സ് ഇളക്കി നോക്കണം. പിന്നെ വല്ല മുടിയോ അതേപോലെ നമ്മൾ തേച്ച് കുളിക്കുന്ന ഇഞ്ചയുടെയോ അല്ലെങ്കിൽ ചകിരിയുടെ വേസ്റ്റുകൾ അടഞ്ഞാലും ഇതേപോലെ ബ്ലോക്കുകൾ വരാം. അപ്പം അത് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞ് നമ്മൾ വന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ബാത്റൂം ആയതുകൊണ്ട് നമ്മൾ കുളിക്കുന്ന മുടിയുടെയും അതേപോലെ തന്നെ ചകിരിയുടെയും വേസ്റ്റുകളാണ് നമ്മൾ ട്രാപ്പിൻ്റെ അകത്ത് അടയാൻ മെയിൻ കാരണം. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അത് അങ്ങനെ ഒരു ചാൻസ് എന്നല്ല, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് വരുന്നത് തന്നെ. ഇപ്പം നമ്മൾ വെള്ളം ആദ്യം ഒരു റൗണ്ട് ഒഴിച്ചിട്ട് നമ്മളിനി ആ ഗ്രീറ്റിങ്സ് ഒന്ന് തുറന്ന് നോക്കുകയാണ്. അതേപോലെ ഇങ്ങനെയുള്ള വേസ്റ്റ് ലൈനുകൾ ചെയ്യാൻ നേരത്ത് ഗ്ലൗസ് ഉപയോഗിക്കണം. നമ്മൾ ഗ്ലൗസ് കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് കവറാണ് കയ്യിലിട്ടേക്കുന്നത്. മസ്റ്റായിട്ടും ഗ്ലൗസ് ഉപയോഗിക്കുക. ഗ്ലൗസ് ഉപയോഗിക്കാത്ത ഇതിലൊന്നും തൊടാനോ പിടിക്കാനോ നിൽക്കരുത്. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, ട്രാപ്പ് നിറഞ്ഞിരിക്കുകയാണ്. ട്രാപ്പ് നിറഞ്ഞിരിക്കുന്നതിന് അർത്ഥം ബാക്കിലോട്ട് വെള്ളം പോകുന്നില്ല. അപ്പം മെയിൻ എന്താണ് കാരണം എന്നുള്ളത് നോക്കുകയാണ്. ഈ സൈഡിൽ തന്നെ, ബാക്ക് സൈഡിൽ തന്നെ 2 ബാത്റൂമുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിലത്തെ ബാത്റൂമിലാണ് ഈ പ്രോബ്ലം. ഇവിടെ വെച്ചേക്കുന്ന ഡോർ എൽബോ ആണ്, എയർ ഒന്നും കൊടുത്തിട്ടില്ല. 10-15 വർഷം പഴക്കമുള്ളതാണ്. അതുകൊണ്ട് എയറൊന്നും അടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ഡോർ എൽബോ ആണ് വെച്ചേക്കുന്നത്. അപ്പം നമ്മളതൊന്ന് തുറന്ന് നോക്കുകയാണ്. അതിൻ്റെ ബാക്കിലത്തെ കവറൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ വെള്ളം ഫില്ലായി നിൽപ്പുണ്ട്. ആ സൈഡിൽ തന്നെ കുറച്ചേ ഉള്ളൂ. അപ്പം അത് നമ്മളൊന്ന് കുത്തി ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇതുപോലുള്ള നീളത്തിലുള്ളൊരു കമ്പെടുത്തിട്ട്, ഒടിയാത്തൊരു കമ്പെടുത്തിട്ട് നമ്മളതൊന്ന് കുത്തി വിടുവാണ്. കാരണം ആ സൈഡിൽ എന്തെങ്കിലും അടവ് ഉണ്ടെങ്കിൽ, അതായത് മുടിയോ ചകിരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചതിൽ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്. അല്ല അതുകൊണ്ടും പ്രയോജനം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു വാട്ടറിൻ്റെ ഓസ് എടുത്തിട്ട് പൈപ്പിൽ കണക്ട് ചെയ്ത് പ്രഷറായിട്ട് ഒന്ന് ഇതേപോലെ കുത്തി തെള്ളി ഒന്ന് കയറ്റി ഒന്ന് കുത്തി നോക്കാം. കാരണം അങ്ങനെ ചെയ്യുമ്പോഴും ഈ അടഞ്ഞിരിക്കുന്ന വേസ്റ്റുകൾ ആ പൈപ്പിൽ കൂടെ തന്നെ മെയിനായിട്ട് പോകും. അപ്പം അങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയും ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ അകത്ത് കയറി ഒരു ബക്കറ്റ് വെള്ളം കൂടെ ഒഴിക്കണം. വെള്ളം ഇപ്പോൾ ഒഴിച്ച് ബാക്കി ആ വെള്ളം അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം അപ്പം പുറകിലത്തെ പൈപ്പിൽ കൂടെ വെള്ളം ഇറങ്ങി പോകുന്നില്ല. അപ്പോൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നില്ല. ഇവിടെ അടിയിൽ കിടക്കുന്നത് 2 എൽബോകൾ ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് ഇറങ്ങി വരുന്നതും ഇറങ്ങി പോകുന്നതുമായിട്ട് 2 എൽബോകളാണ് കിടക്കുന്നത്. നമ്മൾ ഈ സൈഡ് ചെറുതായിട്ട് ഇനി ഒന്ന് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ 2 എൽബോയുടെ ഭാഗത്തും ഇതേപോലെ വേസ്റ്റുകൾ തട്ടി നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇടിച്ച് നിൽക്കും. അപ്പം ഇത്രയും വർഷം പഴക്കമുള്ളതായതുകൊണ്ട് ഇങ്ങനെ കാലാന്തരത്തിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പെട്ടെന്ന് അടവ് വരും. അതുകൊണ്ടാണ് ഇപ്പോഴാണ് പല ഫിറ്റിങ്സുകളും പുതിയതായിട്ട് ഇറങ്ങി തുടങ്ങിയത് തന്നെ. അപ്പം 10-15 കൊല്ലത്തിന് മുമ്പ് ഉള്ളതായതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഇട്ട് പോയേക്കുന്നത്. അപ്പം നമ്മൾ ഇതേപോലെ കണ്ട് ഇവിടെ 2 സൈഡ് ചെറിയൊരു ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലേഡ് കൊണ്ട് മാർക്ക് ചെയ്ത് മുറിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് തന്നെ വെള്ളം പുറത്തോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ പൈപ്പ് ഫുള്ളും അടവായതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പം മസ്റ്റായിട്ടും ഗ്ലൗസ് ഉപയോഗിക്കുക. ആര് ചെയ്താലും ഗ്ലൗസ് ഉപയോഗിക്കുക. നമ്മൾ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് വന്നതുകൊണ്ട് നമ്മൾ ഗ്ലൗസ് എടുക്കാൻ വിട്ടുപോയി. നമ്മളും വിചാരിച്ചില്ല ഇത്രയും പ്രോബ്ലം ആയിരിക്കും എന്നുള്ളത്. ബാക്ക് സൈഡ് ഗ്രീറ്റിങ്സിൻ്റെ ആ ഭാഗത്തോ അല്ലെങ്കിൽ ബാക്ക് സൈഡ് എയറിൻ്റെ അതുവഴിയോ കുത്തിക്കളയാം എന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത്. അതുകൊണ്ടാണ് ഗ്ലൗസ് കിട്ടാതെ. എന്നിട്ട് ഇതേപോലെ ഒന്ന് കുത്തി ഒന്ന് ഹോളാക്കും. കണ്ടോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിൽ നിന്ന് വരുന്ന വേസ്റ്റും വെള്ളവും. അപ്പം കാരണം ആ പൈപ്പ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ അകത്തൂടെ കുത്തിവിട്ട സാധനങ്ങൾ ഇപ്പം ഇതിൽ കൂടെ വരുന്നുണ്ട്. ഇപ്പം ഈ വരുന്ന വെള്ളത്തിൻ്റെ കളർ തന്നെ മാറി, ഒരു ബ്ലാക്ക് കളറായി. കാരണം അത്രമാത്രം വേസ്റ്റ് അതിൻ്റെ അകത്ത് തങ്ങി നിന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായത്. ഇതുകൊണ്ട് പല ദൂഷ്യഫലങ്ങളും നമുക്ക് ഉണ്ടാവും. അതായത് ഇതിൽ നിന്ന് അണുക്കളുണ്ടായി നമുക്ക് പല സാംക്രമിക രോഗങ്ങളും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം വേസ്റ്റുകൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറയാൻ പറ്റും. കാരണം ബാത്റൂം ആയതുകൊണ്ട് നമ്മൾ കുളിക്കുന്ന കൂട്ടത്തിൽ തന്നെ മുടിയും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളും പോവും. ആരെയും കുറ്റമല്ല, എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇതേപോലെ പ്രോബ്ലംസ് വരും. ഇതേപോലെ ഇങ്ങനെ വെള്ളവും വേസ്റ്റും കെട്ടി നിന്ന് പല രോഗങ്ങളും കാരണമാവും. നമ്മളിപ്പം ചെറിയൊരു കമ്പി പീസ് കൊണ്ട് ആ എൽബോയുടെ ഭാഗത്തോട്ടൊന്ന് കറക്കി നോക്കിയതാണ്. കാരണം ആ സൈഡിലുള്ളതും ഈ കൂട്ടത്തിൽ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ പൊട്ടിക്കുന്ന ഭാഗത്തൂടെ അത് തെള്ളി കുറേശ്ശെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ കുത്തിന് വിട്ട് കഴിഞ്ഞാൽ നേരെ കുഴിയുടെ ആ പുറകുവശത്ത് എവിടെയെങ്കിലും പോയി ബ്ലോക്കാവും. അതങ്ങനെ വരാതിരിക്കാനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഹോൾ ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ വാട്ടർ ഹോസ് കയറ്റി നമ്മൾ കുത്തി കളയുന്നത്.
ഇത് നമ്മൾ പിന്നീട് ഇതിൻ്റെ മണ്ടയിൽ കൂടെ തന്നെ 2 ഇഞ്ച് പൈപ്പ് തന്നെ കീറി പാക്കിങ് വെച്ച് ക്ലോസ് ചെയ്ത് പിന്നെ സോൾവെൻറ്റ് കൊണ്ട് ഒട്ടിച്ച് തിരിച്ചു വെക്കും. അതുകൊണ്ട് അപ്പം അങ്ങനെ വെള്ളം ലീക്കായി പോകത്തുമില്ല, പിന്നീട് അതപ്പം ക്ലോസ് ആയി തന്നെ ഇരിക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഓസ് കൊണ്ട് അങ്ങോട്ട് തിരിച്ച് കുത്തുകയാണ്. കാരണം അപ്പുറത്തെ സൈഡും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വീണ്ടും ഒരു ബാത്റൂമുണ്ട്. ആ ബാത്റൂമിൻ്റെ അവിടെ നമുക്കൊന്ന് മാന്തി നോക്കണം. കാരണം ആ ഏരിയയിൽ ഇനി എന്തുവാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടുന്ന് വെള്ളം അങ്ങോട്ടും പോകുന്നില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മളിപ്പം ഫസ്റ്റ് സ്റ്റേജിൽ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. കാരണം കുഴി അടഞ്ഞിട്ടുണ്ടോ അതോ ഇനി വേസ്റ്റുകൾ തന്നെ ഉണ്ടോ, കുത്തി പുറത്ത് വന്നപ്പം തന്നെ കണ്ടോ കുമ്മള പോലെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ബാത്റൂമിൻ്റെ സൈഡ് നമ്മളൊന്ന് മാന്തുവാണ്. ഇവനാണ് യഥാർത്ഥ വില്ലൻ. കാരണം ഇവിടുത്തെ ഒരു റബ്ബറിൻ്റെ വേരാണ്, കണ്ടോ വലിയൊരു വേര് തന്നെയാണ് റബ്ബറിൻ്റെ. അത് ഈ വരുന്ന വേസ്റ്റ് പൈപ്പിൻ്റെ അകത്തൂടെ തന്നെ അത് പിരിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ പൈപ്പ് ജാമായി വെള്ളം പോകാതെ ഈ വേസ്റ്റുകൾ കിടന്ന് അങ്ങനെ കൂടി അത് ബ്ലോക്കായി പോയതാണ്. ഇപ്പോൾ നമ്മളിവിടെ ചെറുതായിട്ട് മാന്തുന്നുണ്ട്. കാരണം ചെറിയ വെട്ടുകല്ലിൻ്റെ ഭാഗവും കൂടെ ആണ് അത്. ഇവിടെയും അതേപോലെ ഡോർ എൽബോയാണ് യൂസ് ചെയ്തേക്കുന്നത്. എയർ 2 ഇഞ്ചിന് സെപ്പറേറ്റഡ് ഇപ്പുറത്താണ് കൊടുത്തേക്കുന്നത്, ഒറ്റ എയറിലാണ് നിർത്തിയേക്കുന്നത്. അതുകൊണ്ട് ഈ സൈഡിൽ നിന്നും വേസ്റ്റ് വന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വേറെയും പൈപ്പുകൾ പോകുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിളയ്ക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ട് മാന്തിയാണ് കണ്ടുപിടിക്കുന്നത്. ഇവനാണ് യഥാർത്ഥ വില്ലൻ. വേര് കൊണ്ട് കവർ ചെയ്ത് പൈപ്പിൻ്റെ മണ്ടയിൽ കൂടെ കിളിച്ച് വീടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ അടിയിൽ കൂടെ കയറിയേക്കുവാണ്. അത് നമ്മളിപ്പോൾ വെട്ടിക്കളയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ കയറി പൈപ്പ് ജാമായിപ്പോയി. പൈപ്പ് ജാമായപ്പം ഈ വർഷങ്ങൾ കൊണ്ട് ഈ വേസ്റ്റുകൾ കുറേശ്ശെ വന്ന് അടിഞ്ഞ് അങ്ങനെ ബ്ലോക്ക് ആയതാണ്. നമ്മളിപ്പോൾ അത് നൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം ഒരു ടീയാണ്. അത് ഇത്രയും വർഷം പഴക്കമുള്ളത് കൊണ്ടായിരിക്കും പണ്ടത്തെ ഈ ഫിറ്റിങ്സ് തന്നെ ഇട്ടേക്കുന്നത്. ഇപ്പോഴാണ് വയ്യൊക്കെ ഇറങ്ങി പലയിടത്തും വന്നത്. ഞങ്ങൾ അങ്ങനെ പ്രോബ്ലം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെട്ടിപ്പൊട്ടിച്ച ഭാഗമെല്ലാം ക്ലിയറായിട്ട് നമ്മൾ പൈപ്പ് വെച്ച് സോൾവെൻറ്റ് വെച്ച് ഒട്ടിച്ച് തിരിച്ച് മണ്ണ് ഇറക്കി നമ്മൾ ഫില്ല് ചെയ്യാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ സൈഡുകളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പം ഇതേപോലെ പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിഷയം ഇവിടെ ഉണ്ടാകുന്നത്. നമ്മൾ അതേപോലെ കുഴിയുടെ ബാക്ക് സൈഡിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മാന്തി ചെറുതായിട്ട് പൊട്ടിച്ചു വിട്ടായിരുന്നു. കാരണം ഈ കുത്തിവിട്ട വേസ്റ്റുകളെല്ലാം അങ്ങോട്ട് പോയി ചാടാതെ വെളിയിലോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. മരങ്ങളുടെ വേരാണ് ഏറ്റവും വലിയ വിഷയം, അതൊന്ന് ശ്രദ്ധിക്കുക.